പെർഫെക്റ്റ് ഹെൽത്ത് കെയറിന് നൽകി. ഇത് സംബന്ധിച്ച കരാർ ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ ഉപദേശക സമിതി അംഗം ഡോക്ടർ അബ്ദുൽ അസീസ് ബിൻ നാസർ രാജകുമാരനും പെർഫെക്റ്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ പെർഫോമൻസ് ഇന്റർനാഷണൽ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫും ഒപ്പുവെച്ചു. സൗദി അറേബ്യയിലേക്ക് തൊഴിൽ ആവശ്യാർത്ഥം വരുന്നവർക്കുള്ള വിസ ലഭിക്കുന്നതിന് മെഡിക്കൽ ക്ലിയറൻസ് നൽകുന്നതിനുള്ള ചുമതല പെർഫെക്റ്റ് ഹെൽത്ത് കെയറിന് നൽകി. ഇത് സംബന്ധിച്ച കരാർ ഭരണാധികാരി അബ്ദുള്ള രാജാവിന്റെ ഉപദേശക സമിതി അംഗം ഡോക്ടർ അബ്ദുൽ അസീസ് ബിൻ നാസർ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരനും പെർഫെക്റ്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ പെർഫോമൻസ് ഇന്റർനാഷണൽ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫും ഒപ്പുവെച്ചു. സുതാര്യമായ മെഡിക്കൽ സംവിധാനമാണ് നടപ്പിൽ വരാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ഗുണം ചെയ്യുമെന്നും രാജ്യം സ്വദേശികളുടെയും വിദേശികളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് നിരവധി ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും കമ്പനിയുടെ പ്രവർത്തനം എല്ലാ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കാൻ വരുന്ന ആളുകളിൽ സാധിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെന്ന് നാസർ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് രാജകുമാരൻ പറഞ്ഞു. وإن شاء الله يتوسع إلى خارج المملكة وسوف يكون إن شاء الله വിവിധ രാജ്യങ്ങളിലെ സൗദി എംബസികളിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെ അടിസ്ഥാനത്തിൽ വർഷങ്ങളായി തുടരുന്ന ഈ നടപടിക്ക് ഇതാദ്യമായാണ് സോൾ ഏജൻസിയെ ചുമതലപ്പെടുത്തുന്നത്. ലോകത്തെ എല്ലാ രാജ്യങ്ങളിലെയും സൗദി വിസ മെഡിക്കലിനുള്ള അംഗീകാരമാണ് ഇതോടെ പെർഫെക്റ്റ് ഹെൽത്ത് കെയർ ഇന്റർനാഷണൽ കൈവന്നിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ മെഡിക്കൽ ഗ്രൂപ്പുകളുമായി ഇത് സംബന്ധമായ കരാർ ഒപ്പിടാനും അത് നിരീക്ഷിക്കാനും കുറ്റമറ്റ രീതിയിൽ നടത്താനുള്ള അംഗീകാരമാണിത്. അന്താരാഷ്ട്ര കമ്പനിയായ ഗാമൻ ഗ്രൂപ്പിന് കീഴിലാണ് പെർഫെക്റ്റ് ഹെൽത്ത് കെയർ പ്രവർത്തിക്കുന്നത്. കുറ്റമറ്റ രീതിയിൽ ഈ സംവിധാനം നടത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും പെർഫെക്റ്റ് ഹെൽത്ത് കെയർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫ് പറഞ്ഞു. റിയാദ് റിറ്റ്സ് കാൾട്ടൺ ഹോട്ടൽ നടന്ന ചടങ്ങിൽ അബ്ദുൽ അസീസ് ബിൻ നാസർ ബിൻ അബ്ദുൽ അസീസ് രാജകുമാരൻ, ഗാമൻ ഗ്രൂപ്പ് ചെയർമാൻ ഷെയ്ഖ് റഫീഖ് മുഹമ്മദ്, പെർഫെക്റ്റ് ഹെൽത്ത് കെയർ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ഷെരീഫ്, ഗാമൻ കോൺട്രാക്ടിംഗ് മാനേജിംഗ് ഡയറക്ടർ പി കെ സൗദ്, പെർഫെക്റ്റ് ഹെൽത്ത് ആൻഡ് മെഡിക്കൽ പെർഫോമൻസ് ഡയറക്ടർ ഫഹദ് അൽ അലി തുടങ്ങിയവരും സംബന്ധിച്ചു. റിയാദിൽ നിന്നും ഷംനാഥ് കരുനാഗപ്പള്ളി, ജീവൻ ന്യൂസ്.